ജീവിതത്തിൽ എത്ര തോറ്റാലും അവസാനം നമ്മൾ ജയിക്കുന്ന ഒരു മൊമെൻ്റ് വരും. അതിനെ നമ്മൾ പരിശ്രമം എന്ന് പറയും. നാട്ടുകാർ അതിനെ അവൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞ് നടക്കും. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്ന് ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ ശ്രമിക്കണം. ആരൊക്കെയാണോ നമ്മളെ പരിഹസിച്ചത് അവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയണം. അതാണ് നമ്മുടെ വിജയം. ഇപ്പൊ തോറ്റാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ജയിക്കില്ല. തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ വട്ടമിട്ടു പറഞ്ഞാലും നാം സ്വയം തീരുമാനിക്കാതെ ആർക്കും നമ്മെ തോൽപ്പിക്കാനാകില്ല. നല്ലൊരു ജീവിതം തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള ശക്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ജീവിതം എപ്പോഴും നല്ലതായിരിക്കില്ല. അത് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. അനുഭവങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച പാഠപുസ്തകം. ചില സങ്കടങ്ങളും പ്രയാസങ്ങളും കാലം നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാനല്ല, ഒരിക്കലും ഒരിടത്തും തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തെ അടുത്തറിയാൻ വേണ്ടിയാണ്. ചുറ്റുമുള്ളവരെ പഠിക്കാൻ വേണ്ടിയാണ്. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. ഒരു കാരണവും അറിയാതെ, ദേഷ്യവും പിണക്കവും തോന്നാതെ, ഒരിക്കലും വെറുക്കാനാകാതെ ചേർത്തു നിർത്താൻ മാത്രം കഴിയുന്നവ. മുഖം നോക്കി വരുന്ന സ്നേഹം മുറിഞ്ഞു പോകും. പണം നോക്കി വരുന്ന സ്നേഹം പറന്നു പോകും. പക്ഷേ മനസ്സു നോക്കി വരുന്ന സ്നേഹം മരിച്ചാലും പോകില്ല. സൗഹൃദം എന്നത് സത്യമാണ്. തളരുമ്പോൾ അത് താങ്ങായും, കരയുമ്പോൾ അത് സാന്ത്വനമായും, വിജയങ്ങളിൽ അത് കരുത്തായും, മാർഗങ്ങളിൽ അത് വഴികാട്ടിയായും, നഷ്ടങ്ങളിൽ കൂടപ്പിറപ്പായും മാറുന്ന സ്നേഹമെന്ന സത്യം. ഒരിക്കലും കഠിനമാകാത്ത ഒരു ഹൃദയം, ഒരിക്കലും വിടരാത്ത കോപം, ഒരിക്കലും വേദനിപ്പിക്കാത്ത ഒരു സ്പർശനം, മുറിവേൽപ്പിക്കാത്ത വാക്കുകൾ, ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകണം. എങ്കിൽ നിങ്ങളുടെ മനസ്സിന് എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാകും. അസൂയയും കുശുമ്പും സ്വാർത്ഥതയും ഉള്ള ഒരേയൊരു സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് മറ്റു ജന്തുക്കളെല്ലാം ജീവിതം ആസ്വദിക്കുമ്പോൾ മനുഷ്യന് മാത്രം അത് കഴിയാതെ വരുന്നത്. ബന്ധങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവിക മരണമില്ല. അതിനെ കൊല്ലുന്നത് നമ്മുടെ ഈ കോപം, നിലപാടുകൾ, അറിവില്ലായ്മ ഇവയൊക്കെയാണ്. നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കാൻ നമുക്ക് ഒരുപാട് പേരെ കിട്ടിയെന്ന് വരാം. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളുടെ സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുമ്പോഴാണ് നാം തീർത്തും ഒറ്റപ്പെട്ടു പോകുന്നത്. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടുന്നതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് നഷ്ടപ്പെടുത്തുന്നത് തന്നെയാണ്. സത്യം കൊണ്ട് ആത്മസംതൃപ്തി നേടുന്നതിനോളം നല്ലത് കള്ളം പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ആത്മനിന്ദ അനുഭവിക്കാതിരിക്കുന്നതല്ലേ. കുറെ അനുയായികളോ ആരാധകരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെക്കാൾ മികച്ചതായിരിക്കില്ല. കാരണം ഹിറ്റ്ലറിന് ലക്ഷക്കണക്കിന് അനുയായികൾ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന് വെറും 12 അനുയായികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് കരുതേണ്ട. ക്ഷമയോളം വലിയൊരു വിശ്വാസവും മൗനത്തോളം വലിയൊരു ആയുധവും എന്നിൽ ഇന്നും അവശേഷിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഞാനായി തന്നെ ഇന്നും നിലകൊള്ളുന്നു. നിങ്ങൾ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കരുതലും സ്നേഹവും കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. മനുഷ്യൻ മനുഷ്യനെ അല്ല വഞ്ചിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങളെയാണ് വഞ്ചിക്കുന്നത്. നാം മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതിരിക്കുമ്പോഴാണ് നാം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരെ അതൊക്കെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അകലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. സ്വയം തിരിച്ചറിവിനോളം വരില്ല മറ്റൊന്നും. നാം ആരാണെന്ന് അറിയാനും നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയാനും ആർക്കൊക്കെ എന്തൊക്കെയായിരുന്നു എന്നറിയാനും ഇടയ്ക്കൊന്ന് ഒറ്റപ്പെടുന്നതും നല്ലതാ. ചില തിരിച്ചറിവുകൾ നമ്മെ തേടി വരും. വിധിയിൽ കുടുങ്ങിയ നാടകമാണ് ജീവിതം. തിരക്കഥ മറ്റാരുടെയോ സ്വന്തം.
ഒരു പുരുഷൻ സ്ത്രീയിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് അവളുടെ കണ്ണുകളാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.